ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതാ ഈ മാവിക് മിനി എന്ന് പറയുന്ന ഡ്രോണിന്റെ റിവ്യൂ പറയുകയാണ്. ഓക്കെ, ഇതിന്റെ റിവ്യൂവും അതുപോലെ തന്നെ ഈ ഡ്രോൺ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് കുറച്ച് അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഈ റീസെന്റ് ആയിട്ട് DGCAയിൽ കുറച്ച് റൂൾസ് ഒക്കെ വന്നായിരുന്നു, അതൊക്കെ നിങ്ങൾ അറിയണം. അത് പല മലയാളം വീഡിയോയിലും പറയുന്നില്ല. അപ്പൊ ആ കാര്യങ്ങളും അതുപോലെ ഈ ഡ്രോൺ വാങ്ങിച്ചിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ പലർക്കും മോട്ടോർ ഓവർ സ്പീഡ് വാണിംഗ്, അതുപോലെ ESC ബീപ്പിംഗ്, അങ്ങനെ പല എറർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ കുറച്ച് സൊല്യൂഷൻ ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു റിവ്യൂ അല്ല, ഒരു ഒട്ടുമിക്ക ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 1 അഡ്വാൻറ്റേജ്, ഈ ഡ്രോൺ എടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തത് കുറച്ച് സേഫ്റ്റി ടിപ്പ്, നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. 4 ബിഫോർ യു ബൈ, ആ പാർട്ടാണ് മെയിനായിട്ട് ഈ ഡ്രോൺ വാങ്ങാൻ പോകുന്നവർ കാണേണ്ടത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് എറർ സോൾവിങ്, ഈ ഡ്രോൺ വാങ്ങിച്ചിട്ട് കുറച്ച് എററൊക്കെ ഫേസ് ചെയ്യുന്നവർക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ അഡ്വാൻറ്റേജ് പറയുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഇൻട്രൊഡക്ഷൻ വേറൊന്നുമല്ല, ഈ ഡ്രോൺ നമുക്ക് 2 രീതി അവൈലബിൾ ആണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡ് അലോൺ കിറ്റായിട്ട് കിട്ടും. സ്റ്റാൻഡ് അലോൺ കിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡ്രോണ്, ഒരു റിമോട്ട്, ഒരു ബാറ്ററി, പിന്നെ കുറച്ച് ആക്സസറീസ്, ഇത്രയാണ് ഇൻക്ലൂഡഡ്. ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന കോംബോ പാക്കാണ്. കോംബോ പാക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോണ്, ഒരു റിമോട്ട്, 3 ബാറ്ററി, അതുപോലെ തന്നെ ഒരു ചാർജിങ് ഹബ്ബ്, പ്രൊപ്പലർ ഗാർഡ്, പിന്നെ ഈ ഒരു ക്യാരി കേസ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരു കോംബോ പാക്കിൽ കിട്ടും. ഇതിന്റെ പ്രൈസ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രോൺ നമുക്ക് ഏകദേശം ഒരു സ്റ്റാൻഡ് ലോൺ കിറ്റ് 32,000 രൂപയ്ക്ക് കിട്ടും. കോംബോ പാക്ക് എൻ്റെ ഇരിക്കുന്ന ഈ ഒരു പാക്കിന്റെ വില ഏകദേശം ഒരു 45,000 റേഞ്ചിലാണ് വരുന്നത്. ആമസോണിലൊക്കെ പലപ്പോഴും 60,000 70,000 ഒക്കെ റേഞ്ചിൽ നമുക്ക് ഈ ഡ്രോൺ കിടക്കുന്ന കാണാം. അത്രയും പ്രൈസ് യഥാർത്ഥത്തിൽ ആവത്തില്ല. നമുക്ക് ഒരു 45 റേഞ്ചിൽ ഈ ഡ്രോൺ വാങ്ങാൻ കിട്ടും. എന്നാലും ഞാൻ ഈ ഡ്രോൺ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രോൺ കാണാം. ആക്ച്വലി കേസ് നല്ലൊരു ക്വാളിറ്റിയുള്ള കേസാണ് കേട്ടോ, നല്ലൊരു സ്ട്രോങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു കേസാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഡ്രോണ്, റിമോട്ട്, അതുപോലെ ചാർജിങ് ഹബ്ബും, അതിനകത്ത് 3 ബാറ്ററിയും കാണാം. പിന്നെ ഇവിടെ കുറച്ച് നമ്മളെ കേബിളും എക്സ്ട്രാ പ്രൊപ്പലറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ റിമോട്ട് കൺട്രോൾ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഡ്രോൺ ഒന്ന് നോക്കാം. നമ്മുടെ ഡ്രോൺ ഉണ്ട് നല്ല നീറ്റായിട്ട് ഇവിടെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണ്ട നമ്മൾ ആദ്യം എപ്പോഴും ഫ്രണ്ടിലെ കാല് വേണം തുറക്കാൻ, എന്നിട്ട് വേണം ബാക്ക് തുറക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് ടൈറ്റായിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം തുറക്കാൻ ഒക്കത്തില്ല. നമ്മൾ ആദ്യം ഫ്രണ്ട് തന്നെ തുറക്കണം. ആണ്ട നമ്മുടെ ഡ്രോൺ ഇത് ഇതിൻ്റെ ഒരു ജിമ്പിൾ പ്രൊട്ടക്ഷനാണ്. ഇത് നമുക്ക് ഇതുപോലെ അങ്ങ് തുറന്നു മാറ്റാം. എങ്കിൽ ഇതാണ്ട് നമ്മുടെ ഡ്രോൺ. ഇത് 3 ആക്സസ് ജിമ്പലുള്ള വെറും 249 ഗ്രാം മാത്രം ഭാരമുള്ള ഒരു ഡ്രോണാണ്. ഓക്കെ, 249 ഗ്രാമിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഗ്രാമിന് മുകളിലുള്ള ഡ്രോണെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് പറപ്പിക്കാൻ വെക്കും. മിക്കവാറും ഈ ഡ്രോൺ വാങ്ങാനുള്ളൊരു കാരണം കൂടെ അത്. എന്തായാലും നമുക്ക് ഈ ഡ്രോൺ അങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിമോട്ടും ബാറ്ററിയും ഒക്കെ നോക്കാം. ഇതാണ് നമ്മുടെ റിമോട്ട്. ഈ റിമോട്ട് ആണ് നമുക്കിങ്ങനെ അടിവശം തുറക്കാൻ വെക്കും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മൊബൈൽ വെക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റിക്ക് കാണാം. ഈ സ്റ്റിക്ക് നമ്മൾ ഇവിടെ വേണ്ട ഇതുപോലെ വെച്ചിട്ടൊന്ന് ടിസ്റ്റ് ചെയ്യണം. ഇവിടെ അതുപോലെ എടുക്കുക, വെച്ചിട്ട് ടിസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേണ്ട ഇത് ഇതിൻ്റെ ആൻറ്റിന. ഇവിടെ നമ്മൾ മൊബൈൽ വെക്കുമ്പോൾ നമുക്ക് ഡ്രോൺ പറക്കുമ്പോഴത്തെ വിഷ്വൽ ഇവിടെ കാണാക്കും മൊബൈലിൽ. ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ റിമോട്ട്. റിമോട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നു. ഇതാണ് നമുക്ക് ബാറ്ററി. ഇത് ബാറ്ററി അതുപോലെ തന്നെ നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കോംബോയിൽ മാത്രം കിട്ടുന്നൊരു സംഭവമാണ്. ഇവിടെ ബാറ്ററി ഇവിടെ ലോക്കിംഗ് ഉണ്ടോ. ഇവിടെ നമ്മൾ പ്രസ് ചെയ്യണം. ഇവിടെ പ്രസ് ചെയ്തിട്ട് വലിക്കുമ്പോഴാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററി. 2400 mAh ഒരു ബാറ്ററിയാണിത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയും തിരിച്ചു വെക്കാം. ഇത്രയും സാധനമാണ് നമുക്ക് കോംബോയിൽ വരുന്നത്. ഇതല്ലാതെ നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു പ്രൊപ്പലർ ഗാർഡ് ഉണ്ട്. ആ പ്രൊപ്പലർ ഗാർഡ് കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ പ്രൊപ്പല്ലർ ഗാർഡ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോണിനകത്ത് നമുക്കിത് അറ്റാച്ച് ചെയ്ത് വെക്കും. ഇതുപോലെ നമ്മൾ അകത്തോട്ട് കയറ്റി ഇങ്ങനെ വെക്കി വെക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ അകത്ത് നമ്മളിപ്പം ടെസ്റ്റ് ഫ്ലൈ വല്ലതും ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും തട്ട് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊപ്പല്ലർ ഒടിയത്തില്ല. അതാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ്. പക്ഷെ ഇത് പൊതുവെ ആരും വെക്കാറില്ല. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോണിന്റെ 249 ഗ്രാം എന്നുള്ള ഭാരം മാറി 252-53 ആ റേഞ്ചിലാവും. ആ സമയത്ത് ലീഗലി നമ്മൾ ആ ഒരു വെയിറ്റുള്ള ഡ്രോൺ രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ആരും ഇതങ്ങനെ വെക്കാറില്ല. തുടക്കത്തിൽ മാത്രമേ വെക്കാറുള്ളൂ. ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഔട്ട്ഡോറിൽ ഇത് എന്തായാലും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആ കാര്യങ്ങളിലേക്ക് അവർ 5 പാർട്ടിലേക്ക് കിടക്കാം. സോ ഗൈസ്, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അഡ്വാൻറ്റേജ്. ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് ആണ്. കാരണം ഈ ഡ്രോൺ വെറും 249 ഗ്രാമേ ഉള്ളൂ. ഇത് രജിസ്റ്റർ ചെയ്യേണ്ട, വേറെ ലീഗൽ ഇഷ്യൂസ് ഒന്നും വരുത്തില്ല. അതാണ് ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയൊരു സെയിലിന്റെ ഒരു എന്താ പറയാ റീഫണ്ട് എന്ന് പറഞ്ഞാൽ. രജിസ്ട്രേഷൻ വേണ്ട. അതാണ് ഫസ്റ്റ് കാര്യം. ഇതിന്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോണിന് 2.7K വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും 3 ആക്സിസ് ജിംബലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ഈ ഒരു ഡ്രോണിന്റെ വീഡിയോയ്ക്ക്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലൈറ്റ് ടൈം ആണ്. ഈ ഒരു ഡ്രോണിന് ഏകദേശം അരമണിക്കൂർ കണ്ടിന്യൂസ് ഒറ്റ ബാറ്ററി ഫ്ലൈ ചെയ്യാൻ പറ്റും. ഒരു ബാറ്ററിയിലാണ് അരമണിക്കൂർ. 3 ബാറ്ററി ആകുമ്പോൾ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ഫ്ലൈ ചെയ്യാൻ ഈ ഒരു ഡ്രോണിന് പറ്റും. അടുത്തൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ചീപ്പ് ആയിട്ടുള്ള ഡ്രോൺ. അതായത് പ്രൈസ് കുറവാണ്. നമ്മുടെ ബാക്കിയുള്ള DJ ഡ്രോൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിനാണ് ഏറ്റവും പ്രൈസ് കുറവ്. ഇപ്പൊ ടെല്ലോയുടെ കാര്യം വേറെയാണ്. ടെല്ലോ ഒരു ഇൻഡോർ ഡ്രോൺ ആണ്, ടോയ് ഡ്രോൺ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഇത് അത്യാവശ്യം പ്രൊഫഷണൽ വർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺ ആണ്. മാത്രമല്ല ഇതിന്റെ പ്രൈസ് നല്ല കുറവാണ്. കോംബോ കിറ്റിന് തന്നെ 45,000 റേഞ്ചേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ DJ ഡ്രോൺ വേറെ പ്രൊഫഷണൽ ഡ്രോൺസ് ഒക്കെ നോക്കുവാണെങ്കിൽ 1 ലക്ഷം അടുത്തും അതിന് മുകളിലും ഒക്കെ റേറ്റ് വരുന്ന ഡ്രോൺസ് ആണ് കോംബോ പാക്കിന്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ഏറ്റവും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആണ്. അടുത്ത ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഇതിന്റെ കോമ്പാക്ടിബിലിറ്റി. അതായത് നമുക്ക് ഈ ഡ്രോൺ മടക്കിയെടുത്ത് എവിടെ ആണെങ്കിലും കൊണ്ടുപോകാം. അത് നമുക്ക് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകണേ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാം. ഇപ്പൊ റിമോട്ട് പോലും നമുക്ക് സ്റ്റിക്ക് ഊരി വെച്ച് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കേസ് നോക്കുക. ഇത്രയേ ഉള്ളൂ സാധനം. ഫുൾ ഡ്രോൺ വിത്ത് ബാറ്ററി എല്ലാം ഇതിനകത്ത് ഇരുന്നോളും. അത്രയ്ക്ക് കോമ്പാക്റ്റബിൾ. നമുക്ക് ബാഗ് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാം. ഇപ്പൊ ഫാൻ്റെ ഒക്കെ നോക്കുവാണെങ്കിൽ അപ്പൊ വലിയൊരു കേസാണ്. കൊണ്ടുപോകുന്നൊക്കെ മെനക്കേടാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഷൂട്ടിംഗ് എല്ലാം ചെയ്യാം. ഇത് മടക്കി കൊണ്ടുപോകുകയും ചെയ്യും. ഈ ഡ്രോൺ നമുക്ക് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ഇരിക്കും. അത്രേ സൈസേ ഉള്ളൂ. നമ്മൾ എന്നാൽ വിടർത്തി കഴിഞ്ഞ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൈസ് കാണുകയും ചെയ്യും. ആണ് ഈ ഡ്രോണിന്റെ ഒരു സ്പെഷ്യാലിറ്റി. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് കേട്ടോ. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ഏറ്റവും മെയിൻ കാര്യം ഇതിന്റെ ഒരു കേസാണ്. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ അത് കാണിച്ചു തരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിനകത്ത് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണാം. നമ്മൾ ഡ്രോൺ മടക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊപ്പല്ലർ ഇതുപോലെ സ്ട്രേറ്റ് ലൈൻ അല്ല എന്നാണെങ്കിൽ ഈ ഒരു പ്രൊജക്ഷന് തട്ടും. എന്നിട്ട് നമ്മുടെ ഈ പ്രൊപ്പല്ലർ ബെൻഡായി പോകും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഈ കേസിനുള്ള. പലർക്കും അവരുടെ പ്രൊപ്പല്ലർ ബെൻഡ് ആവാറുണ്ട്. എന്റെ പ്രൊപ്പല്ലർ ബെൻഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് ഇരിക്കാന്നിട്ട് നമ്മൾ ഈ ഒരു കറക്റ്റ് സ്ട്രേറ്റ് ലൈൻ എപ്പോഴും 2 പ്രൊപ്പല്ലറും വരുന്ന പോലെ വെക്കണം. ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് ഇതിനുള്ളിൽ വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ പ്രൊപ്പല്ലർ ഡാമേജ് ആയിപ്പോൾ. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡാണ്. നമ്മുടെ ഈ ഡ്രോൺ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞൻ ഡ്രോൺ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് കാറ്റത്തൊന്നും ഒരുപാട് നിൽക്കാൻ പറ്റത്തില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് അതിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഓവർ സ്പീഡ്, വിൻ സ്പീഡ് വാർണിങ്ങും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല കാറ്റുണ്ടെങ്കിൽ ഇത് പറത്താൻ പറ്റത്തില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. ശരിക്കും ഇതിന്റെ ഫെയിലിനെ ഒരുപാട് ബാധിച്ചൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അടുത്തത്. ഇത് റീസെന്റ് ആയിട്ട് വന്നൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. DGCA കൊണ്ടുവന്നൊരു സംഭവമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മീറ്ററിൽ ഇതിന്റെ ആൾട്ടിറ്റ്യൂഡ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ബിഫോർ യു ബൈയുടെ സെക്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ മനസ്സിൽ വെക്കുക, ഇങ്ങനത്തെ ഒരു റെഗുലേഷൻ DGCA കൊണ്ടുവന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് സേഫ്റ്റി ടിപ്സ്. നമുക്ക് ഇതിന്റെ പ്രൊപ്പല്ലർ മാറുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊപ്പല്ലർ കേസിൽ തെറ്റായ രീതി വെച്ചാൽ ബെൻഡ് വീഴുമെന്ന്. ആ പ്രൊപ്പല്ലർ മാറുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 2 പ്രൊപ്പല്ലറും അതിന്റെ സ്ക്രൂവും ചേർത്ത് മാറണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രൂവിന്റെ അറ്റത്ത് നോക്കിയാൽ നമുക്കൊരു നീല കളറിലെ കെമിക്കൽ കാണാൻ പറ്റും. ഈ കെമിക്കൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് വെച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കെമിക്കൽ ഫ്രിക്ഷൻ കാരണം ചൂടായിട്ട് ഫീൽ ചെയ്യും അവിടെ. അപ്പൊ പെട്ടെന്ന് ഇളകി വരത്തില്ല. നമ്മൾ യൂസ് ചെയ്ത സ്ക്രൂ തന്നെ വീണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ആ ഒരു ഫീലിംഗ് ആൾറെഡി പോയി അതിന്റെ. അതുകൊണ്ട് അത് ഒരു മോട്ടറിന്റെ വൈബ്രേഷൻ ഒക്കെ കാരണം ഊരി വരും. എന്നിട്ട് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ക്രാഷ് ആവാനോ ഒന്ന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴായാലും പ്രൊപ്പല്ലർ മാറ്റുന്ന സമയത്ത് 2 മാറണം. അതുപോലെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രൂവും മാറണം. അതാണ് ഫസ്റ്റ് സേഫ്റ്റി ടിപ്പ്. സെക്കൻഡ് കാര്യം ഹാൻഡ് ടേക്ക് ഓഫും ഹാൻഡ് ലാൻഡിങ്ങും. നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു ഡ്രോൺ കയ്യിൽ നിന്ന് തന്നെ ടേക്ക് ഓഫ് ആക്കി വിടുക. അതുപോലെ കയ്യിൽ തന്നെ ലാൻഡ് ചെയ്യുക. കുഞ്ഞു ഡ്രോൺ ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സേഫ് ആയിട്ട് കയ്യിൽ ഇറങ്ങിക്കോളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമ്പിളിലൊക്കെ താഴെ ഇറങ്ങുമ്പോൾ പൊടി കയറും. പൊടി കയറിയിട്ട് പലരുടെയും ജിമ്പിൽ സ്റ്റെക്ക് ആവാറുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും.
ഒരുപാട് പേരെ ജിമ്മിൽ ഇതുപോലെ സ്റ്റെക്കായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഹാൻഡ് ടേക്ക് ഓഫും ഹാൻഡ് ലാൻഡിങ്ങുമാണ് നല്ലത്. ഗൈസ്, അടുത്തത് ബിഫോർ യു ബൈ, അതായത് ഈ ഡ്രോൺ വാങ്ങാൻ പോകുന്നവർ കാണേണ്ട ആ ഒരു സെക്ഷനാണിത്. ഞാൻ നേരത്തെ ഒരു 15 മീറ്ററിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു ഡിസഡ്വാൻറ്റേജിൽ. അത് സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DGCA ഈ നമ്മുടെ ഒരു മാവിക് മിനി എന്ന് പറയുന്ന ഡ്രോൺ രജിസ്റ്റർ ചെയ്യേണ്ടല്ലോ. കാരണം ഇതിന്റെ ഭാരം 250 ഗ്രാമിന് താഴെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡ്രോൺസിന് മാത്രം 500 മീറ്ററോളം ഹൈറ്റിൽ പോകാൻ കപ്പാസിറ്റി ഉണ്ട്. 4 കിലോമീറ്റർ റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. അപ്പം ഇതിനെ ഇത്രയും കപ്പാസിറ്റിയിൽ വിടുന്നത് ശരിയല്ല. അത് ഒരുപാട് ലീഗലി ഒരുപാട് അല്ലെങ്കിൽ എന്താ സേഫ്റ്റിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ആദ്യം പറഞ്ഞിരുന്ന 15 മീറ്ററിന് താഴെ പറത്താവോന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ അത് അവർ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി. ഇപ്പൊ DJ കൊണ്ട് എന്തോ ചെയ്യിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആപ്പില് ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ ഇവർ ഇതിനെ 15 മീറ്ററിൽ ലോക്ക് ചെയ്തു. അതിൽ കൂടുതൽ ഹൈറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാക്കി. ചിന്തിച്ചു നോക്കി നിങ്ങൾ, 500 മീറ്റർ ഹൈറ്റിൽ പോകാൻ കപ്പാസിറ്റി ഉള്ള ഡ്രോണിനെ 15 മീറ്ററിൽ ലോക്ക് ചെയ്തു. 15 മീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ 5% പവർ പോലും ഇല്ല. 100% ഉള്ളതിനെ അതിന്റെ ഒരു 5% താഴെ ലോക്ക് ചെയ്തു. ആ ഒരു അവസ്ഥയെ ചെയ്തു കളഞ്ഞു. പക്ഷെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ആപ്പിന്റെ വെർഷൻ മാറ്റിയിട്ടും പല ഉടായ്പ കാണിച്ചിട്ട് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സേഫ്റ്റിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതേ ഉള്ളൂ, നമുക്ക് മാറ്റാനൊക്കെ പറ്റും. അത് മിനി 2 എടുക്കുന്നവർക്കും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയി ഇതാ. കാരണം മിനി 2 ഇറങ്ങിയ സമയത്താണ് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ലോക്ക് വരെ ആപ്പിൽ കൊണ്ടുവന്നത്. അപ്പൊ മിനി 2 യൂസേഴ്സിന് ഒന്നും ചെയ്യാനാകത്തില്ല. മാവിക് മിനി യൂസേഴ്സിന് വേണേൽ പഴയ വർഷം വെച്ച് ഫ്ലൈ ചെയ്യാം. ആ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തതാണ് ഗൈസ് എറർ സോൾവിങ്. ഈ ഡ്രോണിനകത്ത് ഒരുപാട് എറർ വന്നിട്ടുണ്ട്. ഈ ഡ്രോണിൽ മാത്രമല്ല, എല്ലാ ഡ്രോണിലും എറർ വരും കേട്ടോ. അപ്പം ഈ ഡ്രോണിനകത്ത് മിക്കവാറും വരുന്ന ഒരു എററാണ് ഈ മോട്ടോർ ഓവർ സ്പീഡ് വാണിംഗ്, അതുപോലെ EFE-BP. എനിക്ക് വന്നിട്ടുണ്ട്. ഇത് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് മോട്ടോർ ഓവർ സ്പീഡ് പറഞ്ഞ് തന്നെ ലാൻഡ് ആവും. അതിന്റെ കാരണം നമ്മൾ നേരത്തെ ഈ കേസ് പറഞ്ഞു. ഈ കേസിൽ പ്രൊപ്പല്ലർ തട്ടിയിട്ട് പ്രൊപ്പല്ലർ ബെൻഡ് ആവുന്നതാണ്. അങ്ങനെ പ്രൊപ്പല്ലർ ബെൻഡ് ആയി കഴിയുമ്പോൾ ഇതിന് ത്രസ്റ്റ് കിട്ടത്തില്ല. പറക്കണമെങ്കിൽ പ്രൊപ്പല്ലർ എല്ലാം കറക്റ്റ് ആയിട്ട് നല്ല പറക്കാൻ പറ്റൂ. അപ്പൊ ആ പ്രൊപ്പല്ലർ വളഞ്ഞു കഴിയുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് പറക്കാൻ ഒക്കത്തില്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മളെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മടക്കി പ്രൊപ്പല്ലർ ഒന്നും ബെൻഡാവാത്ത രീതി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് നിങ്ങളുടെ മിക്കവാറും ഉള്ള ഈ ഒരു മോട്ടോർ ഓവർ സ്പീഡ് വാണിങ്ങിന്റെ EFE-BPing വരാനുള്ള കാരണം. അടുത്തത് ഒരു വലിയൊരു പ്രശ്നം പലർക്കും വരുന്നത്, നമ്മുടെ ഈ ഡ്രോണിന്റെ താഴെ നോക്കിക്കഴിഞ്ഞിട്ട് വെള്ള ഡോട്ടിന്റെ അവിടെ ആയിട്ട് നമുക്ക് ഈ ഡ്രോണിന്റെ പൊസിഷൻ, നമ്മുടെ റിമോട്ടിൽ നിന്നുള്ള പൊസിഷനും അതിന്റെ ഓറിയന്റേഷനും കാണിക്കുന്നത് കാണാം. അത് പലർക്കും തെറ്റായിട്ട് കാണിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ കാണിക്കും. അത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിമോട്ടിന്റെ അകത്ത് ഇവിടെ ആയിട്ട് ഒരു സ്പീക്കർ ഉണ്ട്. ഈ സ്പീക്കറിനകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. നമ്മുടെ മൊബൈലിന്റെ കോമ്പസിന് ഈ മാഗ്നറ്റ് ഇന്റർഫെയർ ചെയ്യും. അപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിന്റെ റീഡിങ് മാറിപ്പോ കോമ്പസിന്റെ. ആ ഒരു പ്രശ്നം കൊണ്ടാണ് പലർക്കും ആ ഒരു താഴെ വാല്യൂ കാണിക്കുന്ന, ആ ഒരു പൊസിഷൻ കാണിക്കുന്ന തെറ്റിപ്പോകുന്നത്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ നമ്മൾ മൊബൈൽ ഈ റിമോട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് കോമ്പസ് കാലിബ്രേറ്റ് ചെയ്യുക. ഒരു ഫസ്റ്റ് സൊല്യൂഷൻ. സെക്കൻഡ് ആയിട്ട് നമ്മുടെ മൊബൈലിന് മൗണ്ട്സ് കിട്ടും. നമുക്ക് കുറച്ചുകൂടി റിമോട്ടിനൊക്കെ ഹൈറ്റിൽ വെച്ചിട്ട് മൊബൈൽ മൗണ്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. അതൊക്കെ യൂസ് ചെയ്യുക. ഇതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ. അത് പലർക്കും വരുന്നത്. അതിപ്പം ചിലർക്കാണ് അത് അഫക്റ്റ് ആവത്തില്ല. അത് ചില മൊബൈൽ ഫോൺസിന്റെ പോലെ ഇരിക്കും. അത് മൊബൈലിന്റെ പ്രശ്നമാണ്. മൊബൈലിന്റെ കോമ്പസിൽ വരുന്ന ഒരു എററാണ് ആ ഒരു സ്പീക്കറിന്റെ കാരണം. പിന്നെ വേറൊരു സൊല്യൂഷൻ ഇതിനുള്ളത്, നമുക്ക് ഈ റിമോട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ സ്പീക്കർ ഇളക്കി മാറ്റാൻ പറ്റും. സ്പീക്കർ ഇളക്കി മാറ്റി കഴിഞ്ഞാലും ആ വിഷയം വരത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട. നമുക്ക് ഈ മൊബൈൽ മൗണ്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ മൊബൈലിന്റെ കോമ്പസ് ഒന്നുകൂടെ കാലിബ്രേറ്റ് ചെയ്താൽ മതി. അത്രയും പ്രശ്നമേ അതുള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അഡ്വാൻറ്റേജ് പറഞ്ഞു, ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു, സേഫ്റ്റി ടിപ്പ് പറഞ്ഞു, അതുപോലെ ഈ ഡ്രോൺ വാങ്ങാൻ പോകുന്നവർ അറിയേണ്ട കാര്യങ്ങൾ, അവർ 15 മീറ്റർ DGCA കൊണ്ടുവന്ന ആ കാര്യം പറഞ്ഞിട്ടുള്ള മലയാളം വീഡിയോസിൽ ഒന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞൊരു കാര്യമല്ല. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. ആ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോണിൽ എറർ കാണിക്കുന്നവർക്ക് അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എറർ വേറെ ഒരുപാട് എറർ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പലരും യൂട്യൂബിലൊക്കെ നോക്കിയാൽ കിട്ടും. അതല്ലെങ്കിൽ ഈ ഡ്രോൺ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. മിക്കവാറും സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളാണ് വരാറ്. ഹാർഡ്വെയറിന്റെ കാര്യങ്ങളൊന്നുമല്ല കൂടുതലും വരാറ്. ആ പ്രൊപ്പല്ലറിന്റെ വിഷയം മാത്രമേ ഹാർഡ്വെയർ റിലേറ്റ് ചെയ്ത് വരാറുള്ളൂ. എനിക്കറിയാം, ഞാൻ കുറച്ച് സ്പീഡായിട്ട് സംസാരിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയത്ത് കവർ ചെയ്യേണ്ടത് കൊണ്ടാണ്. പിന്നെ നമുക്ക് ഈ മാവിക് മിനി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ എന്തെങ്കിലും എറർ വരുന്നതായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ വാങ്ങിക്കുന്നവർക്ക് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിലും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്റെ ഇൻസ്റ്റ ID ടെക് വിത്ത് സൂരജ് എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ ഈ ഡ്രോൺ കസ്റ്റം ബിൽഡ് ചെയ്യുന്നവർ, ഇതുപോലുള്ള ഡ്രോൺസ് ഒക്കെ കസ്റ്റമായിട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും സംശയം, അതായത് പിക്സോക്ക് APM KK 2.1.5 ഈ 3 ബോർഡിൽ ഏതെങ്കിലും ബോർഡ് ഉപയോഗിച്ച് ഡ്രോൺ ഉണ്ടാക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് അറിയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരും. പിന്നെ ഈ റിമോട്ടൊക്കെ ഇല്ലേ,
ഈ റിമോട്ടിൽ ഈ CT6B എന്ന് പറയുന്ന റിമോട്ടിൽ ചാനൽ 5ഉം 6ഉം ഒക്കെ വർക്ക് ചെയ്യാതെ വരും പലർക്കും. അതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ APMനകത്തൊക്കെ ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ പലർക്കും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. ഞാൻ അറിയുന്നതാണെങ്കിൽ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിക്കറിയാം ഒരുപാട് നാളെ വീഡിയോ ഇട്ടിട്ടൊന്ന് കുറേ വീഡിയോ വാരിയിടുന്നതിനേക്കാളും നല്ല നല്ല കണ്ടന്റ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് വ്ളോഗ് ചെയ്യുന്നതിനൊക്കെ ചോദിക്കുന്നു. വ്ളോഗൊക്കെ എന്തായാലും ഉണ്ട്, പ്ലാനിങ്ങിലുണ്ട്, നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെ ഇനി വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, നല്ലൊരു അടിപൊളി വീഡിയോ കാണാം ആ പ്രതീക്ഷയോടെ. ബൈ.